അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദവും അത്തവും ചിത്തിരയുടെ അര 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് കന്നിക്കൂറ്. വൃഗോ എന്നാണ് ഇതിനെ വിളിക്കുക. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കാലമാണ് ഈ ആഴ്ച ഇവർക്ക്. ഗുരു 11ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ എടുക്കുന്ന ജോലി അഥവാ എഫേർട്ട് അത് റിവാർഡിംഗ് ആയിട്ട് മാറുകയാണ്. നമുക്ക് അതിൻ്റെ ലാഭം കിട്ടേണ്ട കാലമാണ്. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ചില പരിശ്രമങ്ങൾക്ക് കുറേശ്ശെ ഫലം കാണാൻ തുടങ്ങും. ആദ്യ ഭാവങ്ങളിൽ 9-10 ദിവസങ്ങളിലൊക്കെ ബുധൻ 10ലേക്കും കൂടെ വരുമ്പോൾ ഒരു നമ്മുടെ കരിയറിലോ അല്ലെങ്കിൽ പ്രൊഫഷനിലോ നമ്മുടെ പഠിത്തമോ എന്താണെങ്കിലും അതിലൊരു പീക്ക്, ഒരു വലിയ നല്ല പെർഫോമൻസ് കാണിക്കുന്നതാണ്. നമ്മുടെ മറ്റേ പ്രവർത്തന മേഖല, പ്രത്യേകിച്ച് ബിസിനസ്സിലുമൊക്കെ ചില മീറ്റിങ്സ് കൊണ്ടൊക്കെ പ്രയോജനങ്ങളുണ്ടാവും. ഡിസിഷൻ മേക്കിങ്ങിലുമൊക്കെ കൊണ്ട് ഉണ്ടാവുന്ന അനുകൂലമായിട്ടുള്ള അവസ്ഥ അത് ഹയറപ്സ് അല്ലെങ്കിൽ മേലധികാരികൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. 11ാം തീയതി ഒക്കെ ആകുമ്പോൾ ചില ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മുഖാന്തരം നേരത്തെ ചെയ്തു വച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കാൻ ഈ ഒരു രാശിക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ നല്ല വാർത്തകൾ, ഇനി ഭാവിയിലേക്ക് ഗുണം ചെയ്യാവുന്ന പുതിയ സംരംഭങ്ങളെ പറ്റി വാർത്തകൾ ശ്രവിക്കാൻ സാധ്യതയുണ്ട്. 12-13 തീയതികളിലൊക്കെ കുറച്ച് വർക്ക് ലോഡ് ഒന്ന് കൂടുന്നതായിട്ട് കാണും. എന്നാൽ അതിൽ നിന്നുള്ള അംഗീകാരവും ഒക്കെ സ്ഥിരത ഉള്ള വരുമാനങ്ങളും ഒക്കെ വരുന്നതാണ്. ഈ വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ പോലും ധനസമ്പാദനം ഉണ്ടാകും. അത് സേവിങ്സ് ചെയ്യാനും സാധിക്കും. കുടുംബജീവിതത്തിലും സന്തോഷവും അഭിമാനവും സന്തോഷവും പരസ്പര ബന്ധവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. ആരോഗ്യവും അനുകൂലം തന്നെയാണ്. എന്നാൽ കുറച്ച് ഈ ആഴ്ചയുടെ അവസാനത്തിൽ കുറച്ച് കൂടുതൽ ജോലി, അതായത് ശാരീരികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ നിത്യമായിട്ട് തന്നെ പാരായണം ചെയ്യുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ ഒരു പരിഹാരമായിട്ട് പറയാവുന്നതാണ്.